ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് WCPOയ്ക്കും അതുപോലെ തന്നെ CPOയ്ക്കും വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമെന്നുള്ളത് എനിക്ക് കുറേ പേരായി കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാന്നുള്ളത് എന്ന് വിചാരിക്കുന്നത്. പിന്നെ മറ്റുള്ള എക്സാമുകളെ വെച്ച് നോക്കുന്ന സമയത്ത് CPOയും WCPO അങ്ങനെയുള്ള ഫോഴ്സിലോട്ടുള്ള എക്സാമുകൾ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള എക്സാമുകളിൽ നിന്ന് എന്തുകൊണ്ടും ഡിഫറൻ്റ് ആണ് ഈ രീതിയിലുള്ള എക്സാമുകൾ. അപ്പോൾ ഇതിൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൽ നിന്ന് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ കോച്ചിങ്ങിന് പോയിട്ട് പഠിക്കുന്നവരുണ്ട്, സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ടൈം ടേബിൾ ഞാൻ തരുന്നത് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്കാണ് കേട്ടോ. പുറത്ത് വർക്കിന് പോവാതെ വീട്ടിലിരുന്ന് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഇടാൻ പോകുന്നത്. അതായത് 12 അവേഴ്സിന് പഠിക്കാൻ പറ്റുന്നൊരു ടൈം ടേബിളാണ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് 12 അവേഴ്സ് ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഒരു ടൈം ടേബിൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് വർക്കിന് പോകുന്ന ആൾക്കാർക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 അവേഴ്സിൻ്റെ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 6 മണിക്കൂറായിട്ട് നിങ്ങൾ 2 ദിവസം ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അതായത് രാവിലെ ഒരു 2 മണിക്കൂർ ഇരിക്കുക, വൈകുന്നേരം ഒരു 4 മണിക്കൂർ. അപ്പോൾ നമുക്ക് 6 മണിക്കൂർ കിട്ടുമല്ലോ. അതുപോലെ പിറ്റേ ദിവസം രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 4 മണിക്കൂർ ഇരുന്ന് 6 മണിക്കൂറായിട്ട് ഒരു ദിവസം ഞാൻ ഇടുന്ന ടൈം ടേബിളിനെ 2 ദിവസം ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. വർക്കിന് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം, നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ ടൈമിനനുസരിച്ചിട്ട് ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സിലബസും കാര്യങ്ങളും എന്താണെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ സിലബസ് വരുന്നത് ചരിത്രം ആസ് യൂഷ്വൽ എല്ലാം പോലെ ചരിത്രവും ഭൂമിശാസ്ത്രം അതുപോലെ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് 5 മാർക്കിന് തന്നെയാണ് ചോദിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് 5 മാർക്കിനാണ്, ഇവിടെ 8 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ കേരള ഭരണവും ഭരണ സംവിധാനവും നമുക്ക് സാധാരണ 5 മാർക്കിനാണ്, ഇവിടെ 3 മാർക്കിനാണ്. ഓക്കെ, പിന്നെ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം സാധാരണ 6 മാർക്കിനാണ്, ഇവിടെ 4 മാർക്കിനാണ്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും സാധാ പോലെ തന്നെ 3 മാർക്കിനാണ്. കലാകായികം നമുക്ക് 5 മാർക്കിനാണ്, ഇവിടെ 4 മാർക്കിനാണ്. ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്നത് സാധാരണ 20 മാർക്കിനാണ്, ഇവിടെ 10 മാർക്കിനാണ്. മാത്സും ഇംഗ്ലീഷും മലയാളവും 10 മാർക്കിന് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലേ, കൂട്ടത്തിലെ പ്രധാനി, അതായത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടും എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ, പണ്ടത്തെ നിന്നും ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുണ്ട്. ഭാരതന്യായ സംഹിത കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ആകെ മാറിയിട്ടുണ്ട്. പഴയ സിലബസ് വെച്ചൊന്നും പഠിക്കരുത് കേട്ടോ, പുതിയ സിലബസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. കാരണം നമുക്കൊരു സിലബസിനെ കുറിച്ച് ആദ്യം ഒരു ഐഡിയ കിട്ടിയാൽ മാത്രമേ നമുക്ക് എങ്ങനെ നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് ഭാരതീയ ന്യായ സംഹിത 2023 അല്ലേ, സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ഇപ്പോൾ ഈ വർഷം മുതൽ ആഡ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ കാര്യം തന്നെയായിരിക്കും. പല എക്സാമുകളിലും ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത് ഒരു പുതിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഭാരതീയ ന്യായ സംഹിത എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. എന്താണ് ഭാരതീയ ന്യായ സംഹിത? ബ്രിട്ടീഷ് കാലത്തിലെ, അതായത് 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം. ഓക്കെ, അതാണ് ഇനി മുതൽ ഭാരതീയ ന്യായ സംഹിത എന്ന് അറിയപ്പെടാനായിട്ട് പോകുന്നത്. അതുപോലെ CRPC എന്നുള്ളത് ഇനി മുതൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നും CRPC അറിയപ്പെടും. അതായത് ടോട്ടലായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് 3 ബില്ലുകളായിട്ടാണ് കേന്ദ്ര സർക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. നിലവിലുണ്ടായിരുന്ന നിയമങ്ങളിൽ ചിലത് ഇല്ലാതാവുകയും ചിലത് പുതിയതായി വരികയും ഉള്ള ചില നിയമങ്ങളിൽ പുതിയ ഭേദഗതികൾ വരുത്തുകയും ചെയ്യുന്നതാണ് ഈ നമ്മളുടെ ഭാരതീയ ന്യായ സംഹിത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് ഫോമായിട്ട് അറിയപ്പെടുന്നത് BNS എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് പാർട്ട് 1-ന് 4 മാർക്സ് ആണ്. ദ ഭാരതീയ ന്യായ സംഹിത 2023 ഡെഫിനിഷൻ ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് അല്ലെ, അതിൽ സെക്ഷൻസ് അതുപോലെ തന്നെ വേർഡ് ആൻഡ് എക്സ്പ്രഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 4 മാർക്കാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഇതിൻ്റെ പണിഷ്മെൻറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ജനറൽ എക്സെപ്ഷൻസ്, അതിൻ്റെ സെക്ഷൻസും എക്സെപ്ഷൻസും, അതുപോലെ തന്നെ ഒഫൻസസ് എഗെയിൻസ്റ്റ് വുമൻ ആൻഡ് ചൈൽഡ്. ഓക്കെ, അതിൻ്റെ സെക്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒഫൻസസ് ആൻഡ് പണിഷ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റിൽ വരുന്നത്. ഓക്കെ, അടുത്ത അതുപോലെ തന്നെ ഒഫൻസസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി അല്ല, അതിൻ്റെ സെക്ഷൻസും ഒഫൻസസ് ആൻഡ് പനിഷ്മെൻറ്റുമാണ്. പിന്നെ വരുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് ദ പബ്ലിക് ട്രാങ്ക്വാലിറ്റി, സെക്ഷൻസ് ഒഫൻസ് ആൻഡ് പനിഷ്മെൻറ്റ്. അതുപോലെ തന്നെ ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു ദ പബ്ലിക് സർവൻറ്റ്, ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് പാർട്ട് 2 ആണ് വരുന്നത്. ഇതിന് 3 മാർക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താണ്? ദ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. ഓക്കെ, അപ്പോൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലേക്ക് 3 മാർക്കാണ് വരുന്നത്. ഓക്കെ, പാർട്ട് 2. ഇതിൻ്റെ തന്നെ പവർ ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ്
എയ്ഡ് ടു ദ മജിസ്ട്രേറ്റ്സ് ആൻഡ് ദ പോലീസ്. അടുത്തത് അറസ്റ്റ് ഓഫ് പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെക്ഷൻസും കോണ്ടൻസും ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, ഇതിൽ വരുന്നതാണ്. അപ്പോൾ അടുത്തത് ഇതിൽ വരുന്നത് സമൻസ് ആൻഡ് വാറൻ്റ് ആണ്. അതിൽ ഇതിൻ്റെ സെക്ഷൻസും കോണ്ടൻസും ആണ് ഇതിൽ ചോദിക്കുന്നത്. അടുത്തത് സെർച്ച് ആൻഡ് സേസർ. അതിൽ നമ്മുടെ സെക്ഷൻസും കോണ്ടൻസും. അടുത്തത് മെയിൻ്റെനൻസ് ഓഫ് പബ്ലിക് ഓർഡേഴ്സ് ആൻഡ് ട്രാങ്ക്വിലിറ്റി. അപ്പോൾ അതിൽ സെക്ഷൻസും കോണ്ടൻസും അതിൻ്റെയും ചോദിക്കുന്നുണ്ട്. അടുത്തത് അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസ്, അതിൻ്റെ സെക്ഷൻസും കോണ്ടൻസും. അതുപോലെ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അപ്പോൾ അതിൻ്റെ സെക്ഷൻസും കോണ്ടൻസും. ഓക്കെ, അടുത്തത് വരുന്നത് ദ ഭാരതീയ സാക്ഷ്യ അധിനിയമാണ് 2023 പാർട്ട് 3 ആണ്. ഇതിൽ 2 മാർക്സ് ആണ്. അപ്പോൾ അതിൽ അതിൻ്റെ ഡെഫിനിഷൻസ്, സെക്ഷൻസ്, വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ കൺഫെഷൻ, സെക്ഷൻസ്, കോണ്ടൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ പേഴ്സൺസ് ഹു കനോട്ട് ബി കോൾഡ് ആസ് വിറ്റ്നസ്സസ്, അതിൻ്റെ സെക്ഷൻസും കോണ്ടൻസും ആണ് ഈ പാർട്ട് 3യിൽ ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പാർട്ട് 4ൻ്റെ സെക്ഷനായിട്ട് വരുന്നത് നമ്മുടെ സാധാ കേരള പോലീസിൻ്റെ ആക്റ്റാണ് 2011. ഓക്കെ, കേരള പോലീസ് ആക്ട് 2011. ഇവിടെ മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കാണ് കേട്ടോ, 3 മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പാർട്ട് 4 ആണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കായിട്ട് വരുന്ന എന്താണ്? ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985. ഇവിടെ 2 മാർക്സിനാണ്. അതുപോലെ തന്നെ അടുത്തത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഇവിടെ മാർക്ക് 2 ആണ്. ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇവിടെ മാർക്ക് 2 ആണ്. ഓക്കെ, 2 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ 6 മണിക്കാണ് വേക്കപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേൽക്കുക. ഒരു 6 to 8 മണിക്കാണ് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 to 8 എന്നൊക്കെ പറയുന്നത് WCPOയ്ക്ക് ആണെങ്കിൽ CPOയ്ക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ ഒരു 2 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഒരു 8 മണിക്ക് നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് കുളിച്ചിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് രാവിലത്തെ ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് വിട്ടു പോവുള്ളൂ. പിന്നെ 8 മണിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവർ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ 8 മണി തൊട്ട് 9 മണി വരെയാണ് ആദ്യത്തെ ടോപ്പിക്ക്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്സ് രാവിലെ ഒരു 8 to 9 നിങ്ങൾ നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോറടിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ആ ഒരു ഫ്രഷ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് രാവിലെ ഒരു 8 to 9 നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കുക. അപ്പോൾ 9 to 10 ഹിസ്റ്ററിയും 10 to 11 എന്ന് പറയുന്നത് ജോഗ്രഫിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മറ്റുള്ള എക്സാമുകളുടെ കാര്യത്തിന് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറയുന്ന സമയത്ത് ഫുൾ ടൈം ഇരുന്ന് വായിച്ച് പഠിച്ച് നോക്കാതെ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2021 മുതൽ 25 വരെ 24, 25 വരെ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററി ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അല്ലേ, അതിൻ്റെ ആ 4 ഓപ്ഷൻസിൽ വരുന്ന റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇത് ഭയങ്കര അധികം ഒരു വൈഡായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായി ഇരുന്ന് വായിച്ച് പഠിക്കാതെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നതും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് 11 to 12 എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പോൾ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും 11 to 12 നോക്കുക. അടുത്തത് 12 to 1 എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് നോക്കുക. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബുക്സ് അവൈലബിൾ ആണ്. സൈലത്തിൻ്റെ ആയാലും ബാക്കിയുള്ള കാര്യങ്ങളുടെ ആയാലും ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ബുക്സ് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ ഓരോ ചാനൽ പേജസ്, അതായത് നമ്മുടെ ടെലിഗ്രാം പോലുള്ള ചാനലുകളിലും അതുപോലെ തന്നെ യൂട്യൂബിലായാലും ഡെയിലി കറണ്ട് അഫെയർസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ജനുവരി 1 മുതലുള്ളത് വേണമെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതിയെടുത്തിട്ട് ബാക്കി 2023ലെയും 24ലെയും വേണമെങ്കിൽ ബുക്ക് മേടിച്ചാലും മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 to 1 എന്ന് പറയുന്നത് കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് കൊടുക്കുക. കാരണം കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം 10 മാർക്കിനാണ് കറണ്ട് അഫെയർസ് ചോദിക്കാൻ പോകണം. അപ്പോൾ അത് ഒട്ടും ഒരു ഈസി ആയിട്ട് എടുക്കരുത്. കറണ്ട് അഫെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മാർക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ 5 മിനിറ്റോ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. ഒരേ ഇരിപ്പ് ഇരുന്ന് പഠിക്കാനല്ല പറയുന്നത്. അപ്പോൾ ബ്രേക്ക് എടുക്കുക, നല്ല രീതിയിൽ 10 മിനിറ്റ് കൂടുമ്പോൾ ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക, എന്നിട്ട് അടുത്തത് എടുക്കുക, ആ ഒരു 10 മിനിറ്റ് കൊടുക്കുക, അടുത്തത് എടുക്കുക. അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ഷോർട്ടാക്കി പഠിക്കാൻ നോക്കുക. ഓക്കെ, നന്നായി വായിച്ച് നോക്കി ഷോർട്ടാക്കിയിട്ട് ഓരോ ടോപ്പിക്ക് എടുത്ത് പഠിക്കാൻ നോക്കുക. ഒരു ടോപ്പിക്ക് എടുക്കുക, അത് തീർത്തതിന് ശേഷം അടുത്ത സബ്ജക്റ്റിലോട്ട് പോവുക. അങ്ങനെ ഓരോരോ ഇതായിട്ട് എടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ രാവിലത്തെ ടൈം ടേബിൾ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് വെറുതെ എടുത്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഓരോ ടൈമിൽ എന്താ പഠിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ടൈം ടേബിൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മളുടെ അടുത്തത് നമ്മുടെ ആഫ്റ്റർനൂണിലെ സെക്ഷനാണ്. ആഫ്റ്റർനൂണിൽ എന്ന് പറയുന്ന സമയത്ത് ഒരു 1 to 2 നിങ്ങൾക്ക് ലഞ്ചിൻ്റെ ഒരു ബ്രേക്കാണ്. അപ്പോൾ അത് ആ സമയത്ത് ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ മൊബൈൽ നോക്കുകയാണെങ്കിൽ നോക്കാം, കുറച്ച് നേരം TV കാണാം, കുറച്ച് നേരം കിടക്കാം. അപ്പം നമുക്ക് ആ ഒരു 1 hour എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്
കംപ്ലീറ്റ് റെസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഈ ഇടയിലായാലും നിങ്ങൾ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാൻ. കണ്ടിന്യൂസ് ആയി ഒരേ ഇരിക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിലൊരു 1 അവർ ബ്രേക്ക് വരുന്നുണ്ട്. ഈ 1 അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 to 4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. മാത്സിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഉച്ച നേരത്താണോ കണക്ക് പഠിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഉച്ച സമയത്ത് ഈ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വായിക്കുക, അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മൾ ഇരുന്നുറങ്ങും. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2 to 4 എന്ന് പറയുന്നത്. ഞാൻ മാത്സ് പറയണം. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് വരില്ല. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ 2 to 4 എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു ടോപ്പിക് എടുക്കുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്. 2 to 4 മാത്സ് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം 10 മാർക്കാണ്. ഓക്കെ, 10 മാർക്കാണ്. നമ്മുടെ റാങ്ക് തന്നെ മാറ്റാൻ കഴിവുള്ളതാണ് നമ്മുടെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്ക് തന്നെ മാറ്റാൻ കഴിവുള്ള 4 ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 to 5 വീണ്ടും നിങ്ങൾക്ക് ഒരു 1 അവർ ബ്രേക്കാണ്. അതായത് ഒരു ടീ ടൈമാണ്. ഓക്കെ, നമുക്ക് ചായ കുടിക്കാം, അല്ലെങ്കിൽ വീണ്ടും കുറച്ച് നേരം മൊബൈൽ നോക്കാം, TV കാണാം, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു 4 to 5 എന്ന് പറയുന്നത് നമുക്കൊരു ടീ ടൈമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 to 5 വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു 5 to 6 ആണ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ടൈം ടേബിൾ നിങ്ങളുടെ ഒരു സമയത്തിൻ്റെ ആ ഒരു അവൈലബിലിറ്റി മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് തന്നെ ഈ ടൈമിലും കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം തന്നെ എല്ലാ ടോപ്പിക്സും കുറച്ചാണെങ്കിലും ചെറിയൊരു പോർഷൻ ആണെങ്കിൽ പോലും ഒരു ദിവസം എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പോകണം എന്നുള്ളൊരു ആ രീതിയിലാണ് ഞാൻ ഈ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 4 to 5 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടീ ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആഫ്റ്റർനൂൺ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ഈവനിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താ പറയുക, ഏതൊരാൾക്കും പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലായി പഠിക്കാനും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഫ്രഷ് മൈൻഡിൽ നമ്മുടെ ഇങ്ങനെ നിൽക്കാനുമായിട്ട് സഹായിക്കുന്ന ഒരു ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ് ആണെന്നാണ് ഞാൻ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ടൈം ടേബിൾ വരുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ ഈവനിങ്ങത്തെ ടൈം ടേബിളാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മളുടെ 5 to 6 എന്ന് പറയുന്നത് സയൻസ് പഠിക്കുക. ഓക്കെ, സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് നമ്മുടെ ബയോളജി 6 മാർക്കിന്, ഫിസിക്സ് 3 മാർക്കിന്, കെമിസ്ട്രി 3 മാർക്കിനാണ് അല്ലേ. അപ്പോൾ എല്ലാം കൂടെ ഒരു 10-12 മാർക്കിൻ്റെ അടുത്ത് അത് വരുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ 5 to 6 എന്ന് പറയുന്നത് സയൻസ്. 6 to 7 എന്ന് പറയുന്നത് SCERT നോക്കുക. ഓക്കെ, SCERTയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ SCERT 6 to 7 നോക്കുക. 7 to 8 എന്ന് പറയുന്നത് മലയാളം നോക്കുക. മലയാളം 10 മാർക്കിനാണ്. 9 to 10 ഇംഗ്ലീഷ് നോക്കുക. 10 to 11 എന്ന് പറയുന്നത് എക്കണോമിക്സ് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ 7 to 8 എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളം 10 മാർക്കിനാണ്. വിചാരിച്ചു കഴിഞ്ഞാൽ 10 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മാർക്ക് നമുക്ക് ഇതിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം 10, ഇംഗ്ലീഷ് 10, മാത്സ് 10, 30 മാർക്ക് ഇവിടെയായി. കറണ്ട് അഫെയറിന് 15 മാർക്ക്, 45 മാർക്കായി. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് 20. അപ്പോൾ ടോട്ടൽ എത്രയായി? അല്ലെ 65 മാർക്ക് തന്നെ ഈ ഒരു 4-5 ടോപ്പിക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും കിട്ടും. അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു CPOൻ്റെയൊക്കെ ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായാലും 60ൻ്റെ മേലെ ഒന്നും എന്തായാലും വരാനായിട്ട് പോകുന്നില്ല. ഇവൻ 50ൻ്റെ മേലെ വരുന്നത് പോലും വളരെ കമ്മിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു 70ൻ്റെ മേലെ ഒന്നും ഒരിക്കലും ഒരു CPOൻ്റെ കട്ട് ഓഫ് വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ നോക്കിയിട്ട് പഠിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ എന്താണെന്നുള്ളത് ആദ്യം റിയലൈസ് ചെയ്യുക, എന്നിട്ട് അത് നോക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർ, സ്പെഷ്യൽ ടോപ്പിക്ക്. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. സയൻസ്, കമ്പ്യൂട്ടർ, കലാ, സാഹിത്യം, ഹിസ്റ്ററി, ജോഗ്രഫി, ഇതൊക്കെ വളരെ ഇതായിട്ട് കിടക്കുന്നൊരു ടോപ്പിക്കുകളാണ്. പഠിച്ചാലും തീരില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള പ്ലാനിങ് ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർ, സ്പെഷ്യൽ ടോപ്പിക്ക്, ഈ 5 ടോപ്പിക്സ് നിങ്ങൾ നല്ല രീതിയിൽ ഡെയിലി പഠിക്കുക. ബാക്കിയുള്ളത് ഏത് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും ഈ 5 മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടോപ്പിക്സ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് അത് പറഞ്ഞുതരാം.
ഓക്കെ, ഇത് അടുത്ത ദിവസത്തെ ടൈം ടേബിളാണ് കേട്ടോ. അടുത്ത ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ രാവിലെ മോർണിംഗ് 8 to 9 സാധാരണ ദിവസത്തെ പോലെ ആസ് യൂഷ്വൽ സ്പെഷ്യൽ ടോപ്പിക്സ്. അതുപോലെ നമ്മൾ 9 to 10 കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് 9 to 10 കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കുക. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കുക. അത് കഴിഞ്ഞ 10 to 11 എന്ന് പറയുന്നത് കലാസാഹിത്യം. ഓക്കെ, കലാസാഹിത്യം, കായികം എന്നുള്ളൊരു ടോപ്പിക് ഉണ്ടല്ലോ, അത് 10 to 11 ആക്കുക. 11 to 12 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആക്കുക. 11 to 12 കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ പിന്നീട് 12 to 1 എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് പഴയ പോലെ തന്നെ, അതായത് കറണ്ട് അഫെയർ കാര്യങ്ങൾ അങ്ങനെ പോവുക. അപ്പോൾ ഞാനിതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 65ഓളം മാർക്കിന് നമുക്ക് വരുന്നത് നമ്മളുടെ ഈ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർ, സ്പെഷ്യൽ ടോപ്പിക്സ്. അപ്പം നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ അഞ്ച് ടോപ്പിക്കുകളാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഈ 5 ടോപ്പിക്കുകളാണെന്നുള്ളത് ഞാൻ പറയും. അപ്പോൾ ഈ 5 ടോപ്പിക്കും ഡെയിലി പഠിക്കണം. ഓക്കെ, ഡെയിലി എന്ന് പറയുന്ന സമയത്ത് 1 hour വെച്ചിട്ട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർ, അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ്, ഈ 5 നിങ്ങൾ മാറ്റരുത്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പഠിക്കാം. ഓക്കെ, ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വേറെ ഇതിലോട്ട് എടുത്തിട്ടോ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ 5 കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എത്ര മാർക്കിനാണ്? 8 മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പോൾ അടുത്തത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അത് വെച്ച് ബാക്കിയുള്ള ഈ 3 മാർക്ക്, 6 മാർക്ക്, 5 മാർക്ക് അങ്ങനെ വരുന്നതിനെല്ലാം കുറച്ചൊന്ന് ബാക്കിലോട്ടാക്കാൻ മീൻസ് പഠിക്കാതിരിക്കരുത്, എന്തായാലും പഠിക്കണം. പക്ഷെ എന്നാലും ഈ സബ്ജക്റ്റിന് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാതെ എന്നാൽ പഠിക്കുകയും വേണം. അങ്ങനെ ഒന്നരാടമായിട്ട് നമുക്ക് നോക്കുക. ഒരു ദിവസം ഇടവിട്ടതിന് ശേഷം മാത്രം നമ്മൾ പഠിക്കാനായിട്ട് നോക്കുക. ഈ 5 സബ്ജക്റ്റ് ഞാൻ പറഞ്ഞത് പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷനും അത് ഓൾമോസ്റ്റ് എല്ലാ ഡേയും കൊണ്ടുപോകാനായിട്ട് നോക്കുക. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ ഹിസ്റ്ററി, കലാകായികം, അങ്ങനെയുള്ള കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള അത്യാവശ്യം ചെറിയ ടോപ്പിക്കുകൾ ഒരുവിധം വായിച്ച് വിടാനായിട്ട് നോക്കുക. വായിച്ച് വിടാൻ മീൻസ് ഡെയിലി കുത്തിയിരുന്ന് പഠിക്കാതെ നമ്മളതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്ത് അങ്ങനെ പഠിക്കാനായിട്ട് നോക്കുക. അല്ലാതെ അതിനു വേണ്ടി ദിവസങ്ങളോളം കളയാതിരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ നല്ലൊരു ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടോപ്പിക്സ് എന്താണെന്നുള്ളത് അറിഞ്ഞ് വേണം നമ്മൾ പഠിക്കാൻ. പിന്നെ ഇതുപോലൊരു ടൈം ടേബിൾ തരുന്ന സമയത്ത് ഒരിക്കലും 1-2 ദിവസം പഠിച്ചിട്ട് അത് വീണ്ടും കളയാതിരിക്കുക. ഓക്കെ, കറക്റ്റായിട്ടുള്ളൊരു സ്റ്റഡി മെത്തേഡ് തന്നെ കൊണ്ടുപോകാനായിട്ട് നോക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ടൈം ടേബിളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചോളൂ. ഞാൻ എന്തായാലും അതിലൂടെ ഞാനിത് ക്ലിയർ ചെയ്യാം. ഓക്കെ.